ഹലോ, ഇന്ന് നമ്മളെ കുറേ നാളുകൾക്ക് ശേഷം വീണ്ടും ഫോം ക്ലേ കൊണ്ടൊരു ഡോൾ ഉണ്ടാക്കാൻ പോവാണ്. ഇത്തവണ നമ്മൾ പ്രത്യേകിച്ച് ബേസ് ആയിട്ടൊരു സാധനം എടുക്കണില്ല കേട്ടോ. അതിന് പകരം അലുമിനിയം ഫോയിലും ഇതുപോലൊരു കമ്പിയും വെച്ചിട്ട് നമ്മൾ ഡോളിൻ്റെ ബേസ് ബോഡി ഷേപ്പിലായിട്ട് ഇങ്ങനെ വെച്ച് കൊടുക്കുക. പിന്നെ അത് കവർ ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് പേപ്പർ ടേപ്പും കൂടെ ഒട്ടിച്ചു കൊടുക്കുക. അതിനുശേഷം നമ്മുടെ ക്ലേ എടുത്തിട്ടുണ്ട്. ഇത്തവണ ഞാൻ എൻ്റെ കയ്യിൽ ബാക്കി വന്നിട്ടുള്ള കുറേ ക്ലേ ഉണ്ട് കേട്ടോ. അപ്പോൾ അതിന്ന് ലൈറ്റ് പിങ്ക് കളറിലുള്ള ക്ലേ കുറച്ച് കൂടുതലുണ്ടായിരുന്നു, അപ്പോൾ അതാണ് എടുത്തിട്ടുള്ളത്. പിന്നെ സ്കിൻ ടോണിന് വേണ്ടിയിട്ടുള്ള നമ്മുടെ സാധാരണ ഫ്ലഷ് ടിൻറ്റ് കളറ് എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നില്ല, അത് തീർന്നു പോയി. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇത്തവണ ബേൺസ് ചെയ്യുന്ന മാത്രം ഉപയോഗിച്ചിട്ടാണ് ഡോളിൻ്റെ ബോഡി ഉണ്ടാക്കാൻ പോകുന്നത്. പക്ഷേ ഞാൻ ആദ്യം വിചാരിച്ചു ഭയങ്കരമായിട്ട് കൊളാവുമെന്ന്. പക്ഷേ എന്നെ സംബന്ധിച്ച് ഓരോ ഡോളും, ഞാൻ ചെയ്യുന്ന എല്ലാ ഡോൾസും ഓരോ എക്സ്പെരിമെൻ്റ് ആയിട്ടാണ് എൻ്റെ മുമ്പിലേക്ക് വരാറ്. എന്തെങ്കിലും ഒരു ചലഞ്ച് ഉണ്ടാവും ഓരോന്നിലും. അപ്പോൾ ഇത്തവണത്തെ ചലഞ്ച് എന്ന് പറയുന്നത് ഇതിൻ്റെ സ്കിൻ ടോൺ നമ്മൾ ഭംഗിയാക്കുക എന്നുള്ളതാണ്. കാരണം നിങ്ങൾക്കറിയാം ബേൺസ് എന്ന് പറയുന്നത് കറക്റ്റ് ബ്രൗൺ ഷെയ്ഡാണ്. നമ്മൾ കറക്റ്റ് ഒരു സ്കിൻ ടോൺ പോലെ ആക്കിയെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. വേറെ ഏതെങ്കിലും കളർ മിക്സ് ചെയ്യൊക്കെ വേണം, ഇല്ലെങ്കിൽ എന്തെങ്കിലും ഷെയ്ഡിങ് ഇതുപോലെ കൊടുക്കണം. ഷെയ്ഡിങ് കൊടുത്താലും ഇതൊരു സ്പോഞ്ച് പോലത്തെ ടെക്സ്ചർ ആയതുകൊണ്ട് വെള്ളം ഉള്ളിലേക്ക് ആഗിരണം ചെയ്യും. അപ്പോൾ പാച്ചായിട്ട് കിടക്കും. അതാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിനുശേഷം ഞാൻ കുറേ ടെക്നിക്സൊക്കെ ഉപയോഗിച്ച് ഒരുപാട് ലെയറിങ് ചെയ്തിട്ടാണ് ഫൈനൽ ലുക്കിൽ നിങ്ങൾ കാണുന്ന ഒരു സ്കിന്നാക്കി മാറ്റിയെടുത്തിട്ടുള്ളത് കേട്ടോ. വീഡിയോ അവസാനം വരെ കാണുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവുമേ. ഇനിയിപ്പോൾ ഞാൻ വിചാരിച്ചു ഇങ്ങനെ ലെഹങ്ക മാത്രം എന്തിനാണ് ചെയ്യണത്, അത്രയും സിമ്പിളായിട്ട് നമ്മൾ ഒരുപാട് ഡോൾസ് ചെയ്തിട്ടുണ്ട്, ഇത് കുറച്ച് ഗ്രാൻഡ് ആയിക്കോട്ടെ വിചാരിച്ചു. അങ്ങനെ ലെഹങ്കയ്ക്ക് ഇതുപോലെ ദുപ്പട്ട ഇങ്ങനെ ഫ്ലോ ആയിട്ട് കിടക്കുന്ന പോലത്തെ ഒരു എഫക്റ്റ് കൊടുത്തു. ലെഹങ്കയുടെ കളറ് പിങ്ക് ആയതുകൊണ്ട് ഞാൻ അതിന് കോൺട്രാസ്റ്റ് ആയിട്ട് കുറച്ചൊരു ബ്ലൂ ഷെയ്ഡിലുള്ള ഒരു ദുപ്പട്ടയാണ് കൊടുത്തിട്ടുള്ളത്. പിന്നീട് നമ്മൾ ഈ ഒരു ലെഹങ്ക കുറച്ച് ഷൈനിങ് ആക്കാൻ വേണ്ടിയിട്ട് പേൾ മെറ്റാലിക് കളർ വെച്ചിട്ട് അതൊന്ന് എൻഹാൻസ് ചെയ്തെടുത്തു. പിന്നീട് എൻ്റെ കയ്യിലുള്ള കുറേ ലേസും ഇതുപോലെ ഗ്ലിറ്റേഴ്സും ഒക്കെ വെച്ചിട്ട് മിറർ എഫക്റ്റും സ്റ്റോൺ എഫക്റ്റും ഒക്കെ കൊടുക്കാണ് കേട്ടോ ലെഹങ്കയ്ക്ക്. ഞാൻ പറഞ്ഞല്ലോ ആളിത്തിരി ഗ്രാൻഡ് ആയിട്ട് ഇരുന്നോട്ടെ എന്ന് ഞാൻ വിചാരിച്ചു. എപ്പോഴും നമ്മൾ സിമ്പിളായിട്ടുള്ള ഡോൾസ് അല്ലേ ചെയ്യണേ. അപ്പോൾ ഇതുപോലെ നമ്മൾ ഡ്രസ്സിന് കുറേ കൂടി ഗ്ലോയിങ്ങും അതുപോലെ സ്റ്റോൺസൊക്കെ കൊടുത്തു കഴിഞ്ഞപ്പോൾ ഫേസ് ഡള്ളായ പോലെ തോന്നിയുകൊണ്ട് ഞാൻ വീണ്ടും ടച്ചപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ കമ്മലുണ്ടാക്കി, പിന്നെ മറ്റ് ഓർണമെൻറ്റ്സ്, ഹെഡിൽ വയ്ക്കുന്ന ഓർണമെൻറ്റ്സ് അതെല്ലാം വാരിക്കോരി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ശരിക്കും ഈ ഒരു ഡോൾ എന്ന് പറയുന്നത് ഒരു ബോളിവുഡ് ഡാൻസറിൻ്റെ ലുക്കൊക്കെ ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. നിങ്ങൾക്ക് എന്താ തോന്നണേ കമൻറ്റിൽ പറയണേ. ആക്ച്വലി നിങ്ങൾക്ക് ചിലപ്പോൾ ഇത് കാണുമ്പോൾ സിമ്പിളല്ലേ, ഇത്രയ്ക്കൊക്കെ ഉണ്ടോ ഇതെന്ന് തോന്നിയാലും ഇത് കുറച്ച് സമയം കൂടുതൽ എടുത്തിട്ട് ചെയ്ത ഡോളാണ് കേട്ടോ. ഇങ്ങനെയുണ്ട് നമ്മുടെ ഡോളിക്കുട്ടി. നിങ്ങൾക്ക് ഇഷ്ടമായോ? അപ്പോൾ ഓക്കെ, ബൈ.